അതിവേഗ റെയിൽ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. RRTS മാതൃകയിൽ പദ്ധതി നടപ്പാക്കാൻ അംഗീകാരം നൽകി സർക്കാർ ഉത്തരവിറക്കി. 4 ഘട്ടമായി 12 വർഷമെടുത്താണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. കേന്ദ്ര അനുമതി നേടിയെടുക്കാനുള്ള ചുമതല ഗതാഗത വകുപ്പിനെ ഏൽപ്പിച്ചു. അതിവേഗ റെയിൽ പദ്ധതി എങ്ങനെ വേണമെന്നതിനെ ചൊല്ലി സംസ്ഥാനത്ത് തർക്കം തുടരുന്നതിനിടെയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതി 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കാനാണ് ആലോചന. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ആദ്യഘട്ടം അടുത്ത വർഷം ആരംഭിച്ച് 2033 പൂർത്തിയാക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. തൃശൂർ മുതൽ കോഴിക്കോട് വരെയാണ് രണ്ടാം ഘട്ടം. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ മൂന്നാം ഘട്ടവും കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ 4ാം ഘട്ടവുമായാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 12 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും. 20% വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും 60% അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ എന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കൽ. 1,92,780 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. വിശദമായ പ്രൊപ്പോസൽ വേഗത്തിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് അനുമതി നേടിയെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഫണ്ട് അതിനുണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ലോങ് ടൈമിലാണല്ലോ, വളരെയേറെ വർഷങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കുന്ന മോഡലാണല്ലോ. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഷെയറും ബാക്കി ബോറോയിങ്ങുമാണ്. അപ്പോൾ മെട്രോ ഉള്ള സ്ഥലത്ത് മെട്രോ ലൈൻ ഉപയോഗിക്കാം, ബാക്കി ലൈൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് അതിൻ്റെ മോഡൽ. അല്ല, ഇത്തരം കാര്യങ്ങൾ വരിക എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് വലിയ ബർഡൻ ഉണ്ടാവാതെ കേരളത്തിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. ആര് പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ സംവിധാനങ്ങൾ കേരളത്തിലെത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ആഗ്രഹം. അതിലപ്പുറം നമുക്ക് മറ്റൊരു ആഗ്രഹമില്ല. ആര് നടത്തിയാലും കാര്യം നടന്നാൽ മതി. നിലവിലുള്ള കൊച്ചി മെട്രോയും ഭാവിയിൽ വരാൻ പോകുന്ന തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിലുകളുമായും ബന്ധിപ്പിച്ചാണ് അതിവേഗ റെയിൽ. RRTS പദ്ധതി പ്രായോഗികവും സാമൂഹികമായി അംഗീകരിക്കുന്നതുമാണെന്ന് സർക്കാർ ഉത്തരവിൽ വിശദീകരിക്കുന്നു. പദ്ധതി കേരളത്തിൽ പ്രായോഗികമല്ലെന്നാണ് ശ്രീധരന്റെ നിലപാട്. സർക്കാർ ശ്രമങ്ങൾക്ക് സമാന്തരമായി അതിവേഗ പാതയുടെ ആലോചനയുമായി ശ്രീധരൻ മുന്നോട്ടു പോകുന്നതിനിടെയാണ് പദ്ധതിക്കായുള്ള സംസ്ഥാനത്തിന്റെ നീക്കവും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.